أعوذ بالله السميع العليم من الشيطان الرجيم رب أعوذ بك من همزات الشياطين وأعوذ بك رب أن يحضرون. السلام عليكم. وعليكم السلام. بسم الله. കഴിഞ്ഞ ഖുർആൻ പഠന സീരീസിലെ അൽ ബഖറ സൂറത്തിൽ 54-ാമത്തെ ആയത്താണ് പറഞ്ഞത് അല്ലേ? 54-ാമത്തെ ആയത്ത് ബഷറ യാ ബനി وإذ قال موسى لقومه يا قوم وإذ قال موسى لقومه يا قوم إنكم ظلمتم أنفسكم باتخاذكم العجل فتوبوا إلى بارئكم فاقتلوا أنفسكم ذلكم خير لكم عند بارئكم فتاب عليكم إنه هو التواب الرحيم. ഓർക്കുക, ഈ അനുഗ്രഹങ്ങളുമായി തിരിച്ചെത്തിയ മൂസ തന്റെ ജനത്തോടോടി, എന്റെ ജനമേ, നിങ്ങൾ പശുക്കിടാവിനെ ദൈവമാക്കുക വഴി നിങ്ങൾ നിങ്ങളോട് തന്നെ കടുത്ത അക്രമമാണ് ചെയ്തത്. അതിനാൽ നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, സ്വയം കൊല്ലുവിൻ. അതിനാണ് സത്താവുകൾ നിങ്ങളുടെ നന്മ നിലകൊള്ളുന്നത്. ആ സന്ദർഭത്തിൽ സത്താവ് നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിച്ചു. എന്തുകൊണ്ടെന്നാൽ ഏറെ പൊറുക്കുന്നവൻ ദയാപരനും അത്രേ അവൻ. നമ്മൾ മനസ്സിലാക്കി എന്താണ്? മൂസ അലൈഹിസ്സലാം ഇസ്രായേലിയർക്ക് വേണ്ട ജീവിത നിയമങ്ങൾ അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിക്കുന്നതിന് വേണ്ടി അള്ളാഹു നിർദ്ദേശപ്രകാരം പോയി അള്ളാഹുമായിട്ടുള്ള മുനാജാത്തിന് പോയി. തിരിച്ചു വന്നപ്പോഴേക്ക് അത് പശുക്കിടാവിനെ ആരാധിച്ചു. സാമരിയുടെ പ്രേരണയാണ് അല്ലേ? അങ്ങനെ തിരിച്ചു വന്ന മൂസ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം അവർക്ക് തൗബ പറഞ്ഞെടുത്ത് എന്താണ്? നിങ്ങൾ പരസ്പരം ഒരു അംഫുസക്കും പരസ്പരം കൊല്ലുക എന്ന് പറഞ്ഞാല് അവരിൽപ്പെട്ട ആരാരെ കൊല്ലണം? അതെ അതെ പശുപൂജ നടത്തിയ ആളുകളെ കൊല്ലുക എന്നതായിരുന്നു ഈ പശ്ചാത്താപം അല്ലെ? അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം മൂസ അലൈഹിസ്സലാം പറഞ്ഞതാണ്. അത് പ്രകാരം അവർ പ്രവർത്തിക്കുകയും അങ്ങനെ രണ്ടു കൂട്ടർക്കും അള്ളാഹു പുറത്തു കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് അള്ളാഹു അത് അനുഗ്രഹമായിട്ട് പറയുന്നത്. മനസ്സിലല്ലേ? ഇനി അടുത്ത ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذ قلتم يا موسى لن نؤمن لك حتى نرى الله جهرة فأخذتكم الصاعقة وأنتم تنظرون ثم بعثناكم من بعد ذلك لعلكم تشكرون. وإذ قلتم നാം പറഞ്ഞ സന്ദർഭം. വഇദ് ഖുൽതും നിങ്ങൾ പറഞ്ഞ സന്ദർഭം. ഖാല ഖുൽതു അല്ലേ? ഖുൽന നാം പറഞ്ഞു. വഇദ് ഖുൽതും നിങ്ങൾ പറഞ്ഞ സന്ദർഭം, നിങ്ങൾ ചോദിച്ച സന്ദർഭം. യാ മൂസ, ഓ മൂസ, ലൻ നുഅ്മിന ലക, ലൻ എന്നുള്ള പ്രയോഗം നമ്മൾ പഠിച്ചു അല്ലേ? യഫ്അലു ഫഅല യഫ്അലു, ലൻ യഫ്അല എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരിക്കലും പ്രവർത്തിക്കുകയില്ല, ഒരിക്കലും ചെയ്യുകയില്ല. ലൻ നുഅ്മിന ആമന എന്നിട്ട് ലൻ നുഅ്മിന ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ല. ലക താങ്കളിൽ പറയുന്ന കാര്യം ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ല. എങ്ങനെ? ഹത്താ നറല്ലാഹ ജഹ്റതൻ. ജഹ്ർ എന്ന് പറയുന്ന സിർറ് ജഹ്ർ. ജഹ്റതൻ പരസ്യമായിട്ട്, ഉറക്കെ ഒക്കെ അർത്ഥമുണ്ട്. ഇവിടെ പരസ്യമായി എന്നുള്ള പരസ്യമായിട്ട് പബ്ലിക്കില് അള്ളാഹുവിനെ കാണുന്നത് വരെ ഞങ്ങൾ താങ്കൾ പറയുന്നത് വിശ്വസിക്കുകയില്ല. പരസ്യമായി അള്ളാഹുവിനെ നേർക്കുനേരെ കാണുന്നത് വരെ ഞങ്ങൾ താങ്കൾ പറയുന്ന ഈ അള്ളാഹുവിന്റെ സന്ദേശം, അള്ളാഹുവിന്റെ കൽപ്പന കാണുമെന്ന് പറഞ്ഞ് താങ്കൾ കൊണ്ടുവന്ന കാര്യം ഞങ്ങൾ വിശ്വസിക്കുകയില്ല, ഒരിക്കലും വിശ്വസിക്കുകയില്ല.
فأخذتكم الصاعقة അപ്പൊ ഒരു ഘോര ശബ്ദം അവരെ പിടികൂടി. ഒരു ഘോര ശബ്ദം അവരെ പിടികൂടി. വഅൻതും തൻദുറൂൻ നിങ്ങൾ നോക്കി നിൽക്കെ ഒരു ഘോര ശബ്ദം പിടികൂടി നിങ്ങൾ മരണപ്പെട്ടു. ثم بعثناكم من بعد ذلك لعلكم تشكرون. ثم പിന്നീട് ബഅസ പുനർജന്മം അല്ല പുനർജീവിപ്പിച്ചു. ബഅസ് എന്ന് പറയുമ്പോൾ അല്ലേ, പുനർജന്മം. ثم بعثناكم നാം പുനർജീവിപ്പിച്ചു. നാം നിങ്ങളെ പുനർജീവിപ്പിച്ചു. പിന്നീട് മിൻ ബഅദി ദാലിക അതിനുശേഷം ഇങ്ങനെ ഒരു സംഭവം ഇതുണ്ടായ ശേഷം നിങ്ങളെ മരിപ്പിച്ച ശേഷം പുനർജീവിപ്പിച്ചു. ലഅല്ലക്കും തഷ്കുറൂൻ നിങ്ങൾ ശുക്റുള്ളവർ ആയേക്കാൻ, നിങ്ങൾ നന്ദിയുള്ളവർ ആയേക്കാൻ വേണ്ടി. ഇത് സംബന്ധിച്ച് തഫ്സീർ ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു. ഇബ്നു ജുറൈജ് റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് എന്താണ്, യഖൂൽ തആല വദ്കുറൂ നിഅമതി അലൈക്കും ഫീ ബഅസി ലക്കും ബഅദ സ്വായഖി ഇത് സഅൽതും റുയതി ജഹറതൻ ഉയാനൻ വലാ മിമ്മാ ലാ യസ്തതാഉ ലക്കും വലാ ലിഅംസാലിക്കും. യഖൂൽ തആല അല്ലാഹു തആല പറയുന്നത് വദ്കുറൂ നിഅമതി അലൈക്കും നിങ്ങൾക്ക് ഞാൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ സ്മരിക്കുക എന്നാണ്. എന്ത് കാര്യത്തിൽ? ഫീ ബഅസി ലക്കും നിങ്ങളെ പുനർജീവിപ്പിച്ചത്. നിങ്ങൾ പുനർജീവിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഈ ബഅസി എവിടെയാണ്? ആഖിറത്തിലുള്ള ബഅസല്ലാതെ ഇവിടെ ഈ ലോകത്ത് തന്നെ അവർക്ക് നടന്ന സംഭവമാണ്. എന്ത്? അവർ ഒരിക്കൽ മരിച്ചു, പുനർജന്മം ഉണ്ടായി. ഫീ ബഅസി ലക്കും ബഅദ സ്വാഖ് നിങ്ങൾ മരിച്ചു വീണ ശേഷം ഇത് സഅൽതും എന്ത് കാരണം കൊണ്ട്? ഇത് സഅൽതും റുയതി എന്നെ കാണണമെന്ന് നിങ്ങൾ ചോദിച്ചത് കാരണം. സഅല ജഹറതൻ ഉയാൻ പരസ്യമായിട്ട് നേരെ കണ്ണുകൊണ്ട് കണ്ടാലേ വിശ്വസിക്കുള്ളൂ അള്ളാഹുവിനെ. അള്ളാഹുവിനെ നേരെ കണ്ണുകൊണ്ട് കണ്ടാലേ താങ്കളെ കൊണ്ടുവന്ന നിയമങ്ങളിൽ ചട്ടങ്ങളിൽ ഞങ്ങൾക്ക് വിശ്വാസം വരൂ എന്ന് പറഞ്ഞു. ഇമ്മാലായിസ്തത്താവുലക്കും വലാലി അംസാലിക്കും നിങ്ങൾക്കോ നിങ്ങളെപ്പോലെ ആർക്കോ സൃഷ്ടികൾക്കൊന്നും സാധ്യമല്ലാത്ത ഒരു കാര്യം. അതാണ് നിങ്ങൾ ചോദിച്ചത്. അപ്പൊ അള്ളാഹുവിന്റെ ഇത് അവരെ പിടികൂടി, അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങി. ശരി ശരിയോ? അപ്പൊ എന്താണ് സംഭവിച്ചത്? അബ്ദുറഹ്മാൻ ബിൻ സയ്യിദ് ബിൻ അസ്ലം റളിയല്ലാഹു അൻഹു പറയാണ് ഈ ആയത്തിന്റെ വ്യാഖ്യാനമായിട്ട്, മൂസ അലൈഹിസ്സലാം അള്ളാഹുവുമായുള്ള മുനാജാത്ത് കഴിഞ്ഞ് അള്ളാഹുവിന്റെ നിയമകൽപ്പനകൾ ഇസ്രായേലിയർക്ക് വേണ്ടിയിട്ടുള്ള നിയമകൽപ്പനകൾ തൗറാത്തും എല്ലാം കൊണ്ടുവന്നു. ശരി, അങ്ങനെ വന്ന സമയത്ത് ഇവിടെ എന്താണ് കണ്ടത്? പശുക്കിടാവിനെ ആരാധിച്ചതായിട്ട് കണ്ടു. അങ്ങനെ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം അള്ളാഹുവിന്റെ ഉത്തരവ് പ്രകാരം അവർക്കുള്ള തൗബ നിശ്ചയിക്കപ്പെട്ടു. അതെന്തായിരുന്നു? പരസ്പരം കൊല്ലുക എന്നതായിരുന്നു. അതായത് എല്ലാവരും ഈ പശുക്കിടാവിനെ ആരാധിച്ചിട്ടില്ല. ഇസ്രായേലിലുള്ള എല്ലാവരും കുറെ പേരെ ആരാധിച്ചു, കുറെ പേര് വിട്ടു നിന്നു, മാറി നിന്നു, കണ്ടു നിന്നു. അപ്പൊ ഇത് ചെയ്യാത്ത ആളുകൾ ചെയ്ത ആളുകളെ കൊല്ലണം എന്നായിരുന്നു. അതാണ് ഫഖ്തുലു അൻഫുസക്കും എന്ന് പറഞ്ഞു. ശരി, അതായിരുന്നു നിർദ്ദേശം. അത് പ്രകാരം അവർ ചെയ്യുകയും രണ്ടു കൂട്ടർക്കും തൗബ ലഭിക്കുകയും അള്ളാഹു അവരുടെ തൗബ സ്വീകരിക്കുകയും ചെയ്തു. എന്നിട്ട് മൂസ അലൈഹിസ്സലാം ഈ അള്ളാഹുവിൽ നിന്ന് ലഭിച്ച ഈ നിയമസംഹിതകൾ അവരുടെ മുമ്പിൽ വെച്ചു. എന്നിട്ട് ഇതാണ് അള്ളാഹുവിൽ നിന്നുള്ള നിയമനിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളും വിരോധിച്ച കാര്യങ്ങളും ഇതിൽ അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവർ ചോദിച്ചു, താങ്കൾ ഈ പറഞ്ഞ കാരണം കൊണ്ട് ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കണമോ? താങ്കളുടെ പ്രസ്താവന എന്തുവരെ? അള്ളാഹുവിനെ പരസ്യമായിട്ട് പബ്ലിക്കിൽ കാണുന്നത് വരെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? അള്ളാഹു ഞങ്ങളുടെ അടുത്ത് വരണം. അള്ളാഹു ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് എന്ത് പറയണം? ഇതാ എന്റെ കിതാബ്, അതുകൊണ്ട് നിങ്ങൾ ഇതനുസരിച്ച് ജീവിച്ചോളൂ എന്ന് അള്ളാഹു വന്നിട്ട് നേരെ വന്ന് പറയണം. അതാണ് ലൻ നുഅ്മിന ലക ഹത്താ നറല്ലാഹ ജഹ്റതൻ. പരസ്യമായിട്ട് അള്ളാഹു നേരെ ഇറങ്ങി വരണം. എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഈ കിതാബ് കൊണ്ട് കാണിച്ചിട്ട് ഇതാ പറയണം,
ഇതാ കിതാബ്, ഇതനുസരിച്ച് നിങ്ങൾ ജീവിച്ചോളുന്ന, എന്നാലേ ഞങ്ങൾ വിശ്വസിക്കൂ. അപ്പൊ എന്തുകൊണ്ട് അള്ളാഹു ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നില്ല? താങ്കളോട് അള്ളാഹു സംസാരിച്ചില്ലേ? കലീമുല്ലാഹി മൂസ അലൈഹി ഇസ്ലാം അല്ലേ? മൂസ അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു നേരിട്ട് സംസാരിച്ചു. അപ്പം താങ്കളോട് അള്ളാഹു സംസാരിച്ച പോലെ എന്തുകൊണ്ട് ഞങ്ങളോട് സംസാരിക്കുന്നില്ല? അതുകൊണ്ട് അള്ളാഹുവിനെ ഞങ്ങൾ കാണുന്നത് വരെ നമ്മൾ വിശ്വസിക്കുകയില്ല എന്നാണ്. അപ്പൊ അള്ളാഹു അവരെ പിടികൂടി ശിക്ഷിച്ചു എന്നാണ്. പിന്നെ എന്നിട്ടും അങ്ങനെ ആ ശിക്ഷ കഴിഞ്ഞ ശേഷവും അള്ളാഹു എന്ത് ചെയ്തു? ثم بعثناكم من بعد ذلك لعلكم تشكرون. എന്താണ്? നിങ്ങൾ നന്ദിയുള്ളവരാക്കാൻ വേണ്ടി നിങ്ങളെ വീണ്ടും ഞാൻ എന്ത് ചെയ്തു? പുനരുജ്ജീവിപ്പിച്ചു. ഈ ലോകത്ത് വെച്ച് തന്നെ ജീവിപ്പിച്ചു, ഈ ലോകത്ത് തന്നെ മരിപ്പിച്ചു, ഈ ലോകത്ത് തന്നെ വീണ്ടും പുനരുജ്ജീവിപ്പിച്ചു. അത് അവരുടെ യഥാർത്ഥ മരണമായിരുന്നില്ലല്ലോ, ഒരു ശിക്ഷയായിട്ടൊരു മരണം കൊടുത്തതായിരുന്നു. വീണ്ടും അവരെ പുനരുജ്ജീവിപ്പിച്ചു. ഇനി അടുത്ത ആയത്ത് ഇൻഷാ അല്ലാഹ് പിന്നീട്. അസ്സലാമു അലൈക്കും.